ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറയാൻ സുധീരനും പിണറായി വിജയനും അച്യുതാനന്ദനും ഒരു ഉളുപ്പുമില്ലേ? ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത MLA നഖശിഖാന്തം എതിർക്കുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ MLA സ്ഥാനം അസാധുവാക്കുകയും ചെയ്തും എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ തിരുത്തി കുറിപ്പിച്ച സംഭവവും ചരിത്രവുമാണ് വലതുപക്ഷത്തിനും സുധീരനും പിണറായി വിജയനും അച്യുതാനന്ദനും ഉള്ളത്. ഇവർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറയാൻ പോലുള്ള യോഗ്യത എന്തെങ്കിലുമുണ്ടോ? ജാതി പറയുകയും ജാതി ഇല്ലെന്ന് പറയുകയും ജാതിയുടെ പേരിൽ മുഖ്യനാകാൻ വേണ്ടി സുശീല ഗോപാലിനെ ഒറ്റുകൊടുത്ത ചരിത്രവുമാണ് അച്യുതാനന്ദനുള്ളത്. 8% ബോണസ്, 12% എക്സ്ഗ്രേഷ്യയുള്ള ചേർത്ത് മൊത്തത്തിൽ 20% ബോണസ് എന്ന് പർവ്വതീകരിച്ച് തൊഴിലാളികളെ ചതിച്ച ചരിത്രമാണ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പത്രമാധ്യമങ്ങൾക്കുമുള്ളത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറയാൻ യാതൊരു ഉളുപ്പുമില്ലേ? എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സംഭവത്തെ എതിർത്ത് അത് അയോഗ്യനാക്കും, സത്യപ്രതിജ്ഞ തിരുത്തി പറയണം എന്ന് പറഞ്ഞ ഇക്കൂട്ടർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ എന്തെങ്കിലും ധർമ്മം അറിയാമോ? ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ എന്തെങ്കിലും സംസാരിക്കാനുള്ള യോഗ്യതയുണ്ടോ?